എൻ്റെ സുഹൃത്തും അതുപോലെ ഈ കൂവമലേൻ്റെ പ്രൊഡ്യൂസറും കൂടെ ആയിട്ടുള്ള മിഥുൻ പുള്ളിക്കാരനെ വിളിച്ചു. കാരണം നിൻ്റെ രാഗം ഞാൻ കണ്ടിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിൻ്റെ കഥ ഉണ്ടോ ചോദിച്ചു, ത്രില്ലർ ജോണറെ പറ്റിയ കഥ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു 3 സ്റ്റോറി ഉണ്ട്, നീ ഒന്ന് കേട്ട് നോക്കുക പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ 2 സ്റ്റോറി പറഞ്ഞു കൊടുത്തു. അതിൽ ആൾ ഓക്കെ ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ സ്റ്റോറി പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾക്ക്. പക്ഷെ അത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് വരുന്നൊരു വർക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കത് പിന്നെ ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അടുത്തൊരു വർക്ക് ഉണ്ട്, ചെറിയൊരു ത്രെഡ് ഉണ്ട്, ഞാനതൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ, ഞാൻ നിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോൾ എൻ്റെ ചെയ്തു. അവൻ ഡിമാൻഡ് ചെയ്തത് ത്രില്ലർ ആവണം, ഇന്ന് പ്രേക്ഷകരെ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം, എന്നാൽ പല ഇമോഷൻസും സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കണക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെ സ്റ്റോറി ലൈനാണ് അവൻ ഡിമാൻഡ് ചെയ്തത്. അങ്ങനെ എൻ്റെ സുഹൃത്ത് നമ്മളെ ഈ കൂവമലയിൽ ആക്ട് ചെയ്തിട്ടുള്ള ജിഷ്ണു എന്ന് പറയും, അവന് ഞാനും ഷോർട്ട് ഫിലിം സമയത്ത് 2020 മുതലേ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എൻ്റെ ഫസ്റ്റ് വർക്കിൽ അവനെ ആക്ട് ചെയ്ത് ലീഡ് ചെയ്തിട്ടുള്ളതാണ്, സെക്കൻഡ് വർക്കിലും ലീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുണ്ട് തുടക്കം മുതൽ എടുക്കേണ്ട സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവനോടായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മിഥുൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്റ്റോറി പറഞ്ഞു, അത് 2ലും അവൻ ഓക്കെയാണ്, പക്ഷെ ഒന്നും കൂടി ഒരു സ്റ്റോറി കിട്ടുമോ നോക്കുക കാരണം. അങ്ങനെ ആ പേപ്പർ എടുത്ത് ജസ്റ്റ് എഴുതി തുടങ്ങി. സ്റ്റാർട്ടിങ് ഓക്കെ, ഇങ്ങനെ ഒരു മലയ്ക്ക് ഒരു 5 സുഹൃത്തുക്കൾ ഇങ്ങനെ പോവുകയാണ്, ആ സമയം മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെണ്ണ് നിൽക്കുന്നില്ല, അത് എഴുതി ഇങ്ങനെ പോകുന്നുണ്ട്, ആ ഒരു ഫ്ലോ ഇങ്ങനെ പോയി. ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ആ മിഡ് പോയിന്റ് വരെ എത്തി നിന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് കിട്ടി, മിഡ് പോയിന്റ് വരെ കിട്ടി, ഇനി കിട്ടേണ്ട ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഞാൻ ക്ലൈമാക്സ് കുറേ നോക്കി, കാരണം ഒരു ഡിഫറെൻറ്റ് ക്ലൈമാക്സ് ആവണം അവിടെ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരണം. ഞാൻ പ്രൊഡ്യൂസറിനെ വിളിച്ചു, ഇതിനെ വിളിച്ചവർ എനിക്കൊരു മിഡ് പോയിന്റ് വരെ സ്റ്റാർട്ടിങ് ഒരു സെൻട്രൽ വരെ എനിക്കൊരു കിട്ടിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ ജസ്റ്റ് അവനെ നറേറ്റ് ചെയ്ത് കൊടുത്തു, ആ മിഡ് പോയിന്റ് വരെ പറഞ്ഞു കൊടുത്തു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ആ ഒരു ഏരിയ വരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സംഭവം കൊള്ളാം, ഈ ക്ലൈമാക്സും കൂടി നോക്കി വർക്കൗട്ട് ചെയ്യാറ്. അങ്ങനെ ആ ഒരു തുടക്കമാണ് അവൻ പറഞ്ഞ് നീ ചെയ്ത് നോക്കുന്നില്ലാണെന്ന് ഞാൻ ബാക്കിയുള്ള ക്ലൈമാക്സ് ചെയ്താൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതലായിട്ട് ഒരു ഇത് കിട്ടിയത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലൈമാക്സ് ചെയ്ത് നേരെ പ്രൊഡ്യൂസറെ വിളിച്ചു, എനിക്ക് ക്ലൈമാക്സ് ഇടുന്ന ഇത് വായിച്ചു നോക്കുകയായിരുന്നു, ജസ്റ്റ് അയച്ചു കൊടുത്തു. പക്ഷെ അവൻ ഭയങ്കര എക്സൈറ്റഡ് പോയി, അവിടെ എക്സൈറ്റഡ് ആയി. അപ്പോൾ ഞാൻ എല്ലാം നമുക്ക് ഒത്തു വന്നു. നാട്ടിൻ പുറത്ത് കിടക്കുന്നൊരു കഥയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കഥ ആദ്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ പറയാം, മുമ്പ് ചെയ്ത വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണത് അത്യാവശ്യം നല്ലൊരു കഥാപശ്ചാത്തലം കൂടി ഉണ്ട്, ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി കാണണം. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയോളം ഷൂട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു, പിന്നെ ഊട്ടിയിലുണ്ടായിരുന്നു, ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഷെഡ്യൂളായിട്ട് നമുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് എന്താ പറയുക, എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതൊന്നും വിഷയമല്ല. എനിക്ക് റിസ്ക് ഭയങ്കര ഭയങ്കര കാര്യമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ റിസ്ക് ചലഞ്ച് ഏറ്റെടുത്തു. അപ്പോൾ പ്രൊഡ്യൂസറിനോട് പറഞ്ഞു നീ അത് വർക്ക് ചെയ്യ്, നീ കംപ്ലീറ്റ് ആക്കുക, ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വെച്ച് പോലെ എന്നുള്ളൊരു ആ ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു മോട്ടീവ് ഉണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ മെഹക്ക്, ഇവർ 2 പേരും എനിക്ക് നീ ചെയ്തോന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ചെയ്ത് നോക്ക്, നന്നായിട്ട് വരട്ടെ എന്നുള്ളൊരു അത്രയും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അവരെ ഭാഗം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 സുഹൃത്തുക്കൾ, പിന്നെ ഒരു 3 ലീഡ് ചെയ്യുന്ന 3 പേരുണ്ട്. ഇവരൊക്കെ 1-2 പേര് മാത്രമേ പുതിയതുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ കൂടെ മുമ്പ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു വർക്കും കൂടി കൂവമല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവർ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം അവരെ പണി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റാണ് അവരൊക്കെ. അവരെ നല്ല വൃത്തിക്ക് നല്ല പണിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ആയിക്കോട്ടെ, അതേപോലെ എഡിറ്റ് ടീം, അതേപോലെ എൻ്റെ അസിസ്റ്റൻസ്, ഇവരൊക്കെ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുതലേ ഈ കഥ കേട്ട അവിടെ മുതലേ ഇത് ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ റിലീസ് വരെ എൻ്റെ കൂടെ കറക്റ്റ് കട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എനിക്ക് അവരുടെ ഭാഗത്ത് നല്ലൊരു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിലീസാവാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നിങ്ങളെല്ലാവരും എന്താ പറയുക കാണണം. ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു കിക്ക് എന്നൊക്കെ പറയുക, ലഹരി എന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റോറി
സ്റ്റോറി നമ്മൾ എഴുതി. അത് ഓഡിയൻസ് എടാ ഇഷ്ടപ്പെട്ടടാ, എനിക്ക് ഭയങ്കര റിലേറ്റ്, ഞാൻ ആ ഭാഗത്ത് ഭയങ്കര ഇമോഷണലായി, അങ്ങനെ നല്ല നല്ല റിവ്യൂസ് വരുമ്പോൾ അതെനിക്ക് ഭയങ്കര കിക്കായിട്ട് സംബന്ധിക്കും. കാരണം നമ്മൾ ഒരു പുളുക്കഥ അത് നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയി അവർക്കത് ഇഷ്ടപ്പെട്ട് നല്ല നല്ല റിവ്യൂസ് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വർക്ക് അനൗൺസ് ചെയ്യും, അത് നല്ലൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ എനിക്ക് കൊടുക്കണം, ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു കൂവമലക്കകത്തും അങ്ങനെ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിക്കോട്ടെ, നല്ല ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാനും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ക്യാമറൻ്റെ ബാക്കിൽ നിന്ന് ആക്ഷൻ വിളിക്കുകയാണെങ്കിലും നമ്മൾ മോണിറ്ററിൻ്റെ അകത്ത് നമ്മൾ വിഷ്വൽസ് കാണുമ്പോഴും അതേപോലെ എഡിറ്റ് സമയത്ത് ആ ടേബിളിൽ കണക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം എത്രത്തോളം അത് വർക്കാക്കി എടുക്കണം എന്നുള്ള റെസ്പോൺസ് നമുക്കറിയാം. അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്തിത്രേ ഉള്ളൂ, സ്റ്റാർട്ടിങ് അതായത് കാണുന്നവർക്ക് എന്താ സ്കിപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്, അതുപോലെ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം, ഇമോഷണലി അതായത് കണക്ട് ചെയ്ത് പോകണം, നല്ലൊരു ആസ്വാദനം. ഇപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ള ഒരു അരമണിക്കൂറാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഒരിക്കലും ബോർ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എഡിറ്റ് സമയത്ത് അല്ല എഡിറ്റേഴ്സിനായാലും ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മളൊരു ഓഡിയൻസ് ആണ്, അപ്പോൾ ഞാനിതിൻ്റെ ഡയറക്ടറാണ്, ഇതിൻ്റെ എഡിറ്ററാണ്, പക്ഷെ നമുക്ക് ഒരു ഓഡിയൻസ് ആണ് നാളെ ഇത് ഔട്ട് അറിയി കഴിയുമ്പോൾ. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഏത് ഭാഗത്ത് നമുക്ക് നല്ല ലാഗ് വരുന്നുണ്ട്, അവിടെ വേണമല്ലേ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. നല്ലൊരു ആസ്വാദനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കൂടുതൽ നമ്മളെ വർക്കിനെ കുറിച്ച് നമ്മൾ എത്ര എന്താ പറയുക, നമ്മൾ വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഥ നല്ലതാണെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസ് ഏറ്റെടുക്കും. അപ്പോൾ അതൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളും അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂവമലേൻ്റെ അപ്ഡേറ്റുകൾ ഓരോന്നുണ്ടാവും. റിലീസൊക്കെ ഈ അടുത്ത് തന്നെയാണ്. എൻ്റെ ഒരു മൈൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിരന്തരമായിട്ടൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നന്നായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ കൂടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ കൂവമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഹരീഷിൻ്റെ വർക്കാണെന്നുള്ള മൈൻഡിലല്ല ആരും വർക്ക് ചെയ്തത്. ഞാൻ എല്ലാവർക്കും അവരുടേതായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവർക്കായിട്ട് ഫ്രീഡം കൊടുത്തത്, അത് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ആ പണി അവർക്ക് കൊടുത്തിട്ടുള്ള പണി നന്നായിട്ട് ഇതിൽ അവരെന്ത് നല്ല ഫ്രീഡത്തോടെ അവർക്ക് കിട്ടുന്ന ആ ഫ്രീഡത്തോടെ ചെയ്ത് നല്ലൊരു ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഭംഗിയാക്കിയിട്ടുണ്ട്. അത് ഈ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇത് ഹരീഷിൻ്റെ വർക്കുള്ള രീതിക്ക് ആരും ഇതിൽ പണിയെടുത്തിട്ടില്ല. എല്ലാവരും അവരുടെ വർക്കായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ട് തന്നുകൊണ്ട് അവർ നല്ല വെയിറ്റിംഗ് ആണ്, ഞാനും നല്ല വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലും റിലീസിംഗ് ഒക്കെ ഉടനെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ ഇത് തുടക്കക്കാരെന്ന രീതിക്ക് എന്ത് ചെയ്യണം, അങ്ങനെ കാണണം. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്ത് വർക്കായിട്ട് കാണരുത്. തുടക്കക്കാരുടെ രീതിയിൽ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പ്രതീക്ഷകളോടെ നല്ല രീതിയിൽ വർക്കാവട്ടെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.